2026 ജനുവരി 14 റിലീസ് തീയതി നിശ്ചയിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു ശിവകാർത്തികേയൻ നായകനാകുന്ന സുധാ കൊങ്കര സംവിധാനം ചെയ്ത പരാശക്തി. എന്തോ കാരണം കൊണ്ട് 2026 ജനുവരി 14 റിലീസ് തീരുമാനിച്ചിരുന്ന ആ സിനിമ പ്രീപോണ്ട് ചെയ്ത് ജനുവരി 10 മാറ്റി. പ്രീപോണ്ടും പോസ്റ്റ്പോണ്ടും ഒക്കെ നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്. നമ്മൾ സാധാരണയായി കാണുന്നത് പോസ്റ്റ്പോണ്ടിങ് ആണ്. ഒരു വലിയ സിനിമ, ഒരു ബ്രഹ്മാണ്ഡ സിനിമ, നല്ല കാസ്റ്റുള്ള ഒരു സിനിമ, അതൊക്കെ പോസ്റ്റ്പോണ്ട് ചെയ്യപ്പെടാറുണ്ട്. കാരണം അതിൻ്റെ വർക്കുകൾ പൂർത്തിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിൾ കളങ്കാവലാണ്. നവംബർ 27 ആദ്യം റിലീസ് തീരുമാനിച്ചിരുന്ന സിനിമ പിന്നീട് ഡിസംബർ 5 മാറ്റി. ഇതുപോലെ റിലീസ് തീയതികൾ മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കാണാത്തതുമല്ല. പക്ഷെ പ്രീപോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഒരു ചെറിയ പ്രശ്നം ഇരിക്കുന്നത്. പൊങ്കൽ തമിഴർക്കൊരു ഉത്സവമാണ്. തിയേറ്ററുകളിൽ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു മെഗാ ഫെസ്റ്റിവലാണ്. അവിടെ വിജയ് പോലൊരു താരത്തിന് ക്ലാഷ് വയ്ക്കാൻ ശിവകാർത്തികേയൻ ആയോ എന്നുള്ള ചോദ്യം ഈ റിലീസ് ഡേറ്റ് പ്രീപോണ്ട് ചെയ്തപ്പോൾ തൊട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്ലാരിഫിക്കേഷൻ ശിവകാർത്തികേയൻ കൊടുക്കണം. കൊടുത്തില്ലെങ്കിലാണ് പ്രശ്നം. കൊടുത്തില്ലെങ്കിൽ ഒളിച്ചോടുകയാണെന്നുള്ള ചിത്തപ്പേര് കൂടി ശിവകാർത്തികേയൻ കേൾക്കേണ്ടി വരുമെന്ന് അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ശിവകാർത്തികേയൻ എന്ത് ചെയ്തു? പരാശക്തിയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് ശിവകാർത്തികേയൻ ഒരു പ്രസംഗം അങ്ങ് നടത്തി. അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ പ്രസംഗമായിരുന്നു. ശിവകാർത്തികേയൻ പറയുന്നത്, ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഈ സിനിമ റിലീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ജനുവരിയാണ്. ഇനി അഥവാ ജനുവരിയിൽ റിലീസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റിലീസ് ചെയ്യാൻ കഴിയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. പക്ഷേ ആ തീയതികളും ആ മാസത്തോടും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തയ്യാറാകുന്നില്ല. കാരണം അപ്പോഴാണ് 2027 തമിഴ്നാട് ഇലക്ഷൻ സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റേതായ തിരക്കുകളും കാര്യങ്ങൾക്കുമിടയിൽ ഈ സിനിമ റിലീസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് തിയേറ്റർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറഞ്ഞു എന്നുള്ളതാണ് ശിവകാർത്തികേയൻ പറയുന്നത്. അതുകൊണ്ടാണ് ജനുവരിയിലേക്ക് ഈ റിലീസ് മാറ്റിയത് എന്നുള്ള ക്ലാരിഫിക്കേഷൻ കൂടി ശിവകാർത്തികേയൻ നൽകുന്നുണ്ട്. സമ്മതിച്ചു, പ്രശ്നമില്ല, തർക്കമില്ല. പക്ഷേ ശിവകാർത്തികേയൻ ഉത്തരം പറയാൻ മറന്നുപോയ അല്ലെങ്കിൽ മടിച്ച ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് 2026 ജനുവരി 14 തീരുമാനിച്ചിരുന്ന റിലീസ് 10 മാറ്റി? നിങ്ങൾക്ക് ജനുവരിയാണ് മികച്ച ഡേറ്റ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 14 നിങ്ങൾ റിലീസ് ചെയ്തില്ല? എന്തുകൊണ്ടാണ് 9 ഇതുപോലൊരു താരത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ, അതും ആ താരത്തിൻ്റെ അവസാന സിനിമയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുമ്പോൾ, എന്തുകൊണ്ട് ആ സിനിമയുടെ റിലീസിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ സിനിമയുടെ റിലീസ് എത്തി എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് തമിഴ്നാട് രാഷ്ട്രീയവും സംസാരിക്കപ്പെടുന്നത്. അവിടെയാണ് 2026 തമിഴ്നാട് ഇലക്ഷനിൽ മുന്നോട്ട് പോകാൻ നിൽക്കുന്ന വിജയ്ക്ക് മേൽ ഒരു സ്റ്റോപ്പർ എന്ന രീതിയിലേക്ക് തമിഴ്നാട് പൊളിറ്റിക്സ് കൃത്യമായി കളിക്കാൻ വേണ്ടിയിട്ട് ശിവകാർത്തികേയൻ സിനിമയെ കരുവാക്കിക്കൊണ്ട് തന്നെ ഈ സിനിമ 10 റിലീസ് ചെയ്യുന്നു എന്നുള്ള നറേറ്റീവ് കൂടി രൂപപ്പെടുന്നത്. ആ നറേറ്റീവ് വെറുതെ അല്ലതാണ്. കാരണം ഈ സിനിമ വിജയിക്കേണ്ടത് വിജയുടെ ആവശ്യമാണെങ്കിൽ ഇത് പരാജയപ്പെടേണ്ടത് അതുപോലെ തന്നെ തമിഴ്നാട് പൊളിറ്റിക്സിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് പാർട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ സ്ക്രീനുകൾ കുറയ്ക്കാൻ കഴിയുന്നിടത്തോളം മാക്സിമം കുറയ്ക്കുക. ഒരു പക്ഷേ ജനനായകന് ഒരു ആവറേജ് റിപ്പോർട്ടും പരാശക്തിക്ക് ഒരു മികച്ച റിപ്പോർട്ട്സും കിട്ടുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് കൂടുതൽ ആളുകൾ കയറ്റാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക. അതുകൊണ്ട് ഇതൊരു സിനിമ ക്ലാഷ് മാത്രമല്ല, ഇതൊരു യുദ്ധമാണ്, ഇതൊരു വാറാണ്. തമിഴ്നാട് രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ്നാട് സിനിമാ മേഖലയും ഒരുമിച്ച് ഈ വരുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത് ഒരു വലിയ യുദ്ധമാണ്. സമാനതകളില്ലാത്ത ഒരു യുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ തന്നെ വിളിക്കാം. ആ യുദ്ധത്തിന് കച്ചകെട്ടി ഇറങ്ങുകയാണ് വിജയും, അത് അരക്കെട്ട് ഉറപ്പിച്ചു മുറുക്കി കെട്ടുകയാണ് ശിവകാർത്തികേയനും. ആ രീതിയിൽ തന്നെയാണ് സിനിമാ മേഖലയിലും പോകുന്നത്. പക്ഷേ ശിവകാർത്തികേയൻ ഇപ്പോഴും ഉത്തരം പറയാത്ത ആ ചോദ്യത്തിന് എന്തുകൊണ്ട് മറുപടി ഇല്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രോൾ ചെയ്യപ്പെടുന്ന പരാശക്തിയുടെ ട്രെയിലറിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു യുദ്ധമാണെന്ന് ഞാൻ പറയാൻ കാരണവും അതുകൊണ്ട് തന്നെയാണ്. ജനനായകൻ്റെ ട്രെയിലർ റിലീസായത് 3 3 എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച വൈകിട്ട് 6:45 ജനനായകൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. ഒരു വിജയ് സിനിമയുടെ ട്രെയിലറോ ടീസറോ ഒക്കെ പുറത്ത് വരുമ്പോഴേക്കും എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിൻ്റെ യൂട്യൂബ് വ്യൂസാണ്. കാരണം ഓരോ സിനിമകൾ കഴിയുന്തോറും വിജയ് ആ റെക്കോർഡുകൾ ഭേദിക്കാറുണ്ട്. വിജയ് ആരാധകർ തന്നെ അത് മാറ്റാറുമുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കളി എന്ന് പറയുന്നത് 4 പരാശക്തിയുടെ ട്രെയിലർ റിലീസ് ചെയ്തത്. അതായത് 3 ജനനായകൻ ട്രെയിലർ വരുന്നു, 4 പരാശക്തിയുടെ ട്രെയിലർ വരുന്നു. 4 വൈകിട്ട് 6 പരാശക്തിയുടെ ട്രെയിലർ വരുമ്പോൾ വ്യൂസ് കുത്തനെ കൂടുകയാണ്, ഭയങ്കരമായി കൂടുന്നു. എന്നിട്ട് ഒരു 25 ലക്ഷം വ്യൂ ആയപ്പോഴേക്കും ആ വ്യൂ അങ്ങ് നിന്നു. 7 മണിക്കൂറിൽ 25 ലക്ഷം വ്യൂസ് ആയിരുന്ന പരാശക്തിയുടെ ട്രെയിലർ 8 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ,
9 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ, 10 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ, 11 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ, 12 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ, 13 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ, 14 മണിക്കൂറായപ്പോൾ 25 ലക്ഷം വ്യൂ. ഇത് അനങ്ങുന്നില്ല. എന്തുകൊണ്ട് ഇത് അനങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് നെറ്റിസൺസ് പറയുന്നത് ഇതൊരു ചീപ്പ് ടാക്ടിക്കാണ്, ഇത് ബോട്ടാണ്. അതായത് ബോട്ടിലൂടെ വ്യൂ കൂട്ടി ജനനായകനേക്കാളും ട്രെയിലർ വ്യൂസ് പരാശക്തിക്കുണ്ട് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടും വിജയ് സിനിമയും ശിവകാർത്തികേയൻ സിനിമയും ക്ലാഷ് വന്നാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ശിവകാർത്തികേയൻ സിനിമയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചീപ്പ് ടാക്റ്റിക്കായിരുന്നു ഇത് എന്നുള്ളത് നെറ്റിസൻസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ എടുത്തു നോക്കിയാൽ 26 ലക്ഷം വ്യൂ ഉള്ളൂ ആ ട്രെയിലറിന്. പക്ഷേ 7 മണിക്കൂറുള്ള 25 ലക്ഷം വ്യൂ ആയ ട്രെയിലറിന് ഒരിക്കലും ഒരു ദിവസം കഴിഞ്ഞാൽ വെറും 1 ലക്ഷം മാത്രം കൂടില്ല. കാരണം അത്രയധികം കുത്തൊഴുക്കുള്ള ഒരു വ്യൂ ആണല്ലോ. അതിൽ തന്നെ ഇക്കാര്യം ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കളിക്കുന്നത് എന്നുള്ളതാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, തമിഴക വെട്രിക്കഴകത്തിനെയും വിജയിയെയും പീഡിക്കുകയാണ്, ഭയക്കുകയാണ് ആരൊക്കെയോ. ഇതുവരെ രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, ലെഗസിക്ക് പോലും വിജയുടെ ലെഗസി അല്ലെങ്കിൽ മുൻ തലമുറയ്ക്ക് ഒന്നും തന്നെ രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ 2 വർഷം കൊണ്ട് മാത്രം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കുറച്ച് സമ്മേളനങ്ങളും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ ഭയക്കുന്നത് ഇത്രയും വർഷം രാഷ്ട്രീയവുമായിട്ട് ലെഗസിയുള്ള ടീമുകളാണോ എന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്നുണ്ട് ഇയാൾക്കുണ്ടാക്കാൻ കഴിയുന്ന ഫാൻ ബേസും ഇയാളെ വിശ്വസിച്ച് വരുന്ന ലക്ഷോപലക്ഷം തമിഴ്നാട് ജനതയും. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നതെന്നത് കൂടിയാണ് ഈ സിനിമയ്ക്കുള്ളിലെ വാർ നടക്കുന്നതായിട്ടും കൂടി സംസാരിക്കപ്പെടുന്നത്. പരാശക്തിയുടെ ട്രെയിലർ അടിപൊളിയായിരുന്നു, അതിനകത്ത് ഒരു തർക്കവുമില്ല. പക്ഷേ ഇതിനിടയിൽ നടക്കുന്ന ഈ കളികളൊക്കെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇതെന്തുകൊണ്ട് നടക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഡയലോഗ്സ് മാറുന്നു.